എറണാകുളം അങ്കമാലി കിടങ്ങൂരിൽ ആനയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിച്ചു. ലോറി ഡ്രൈവർ വിഷ്ണുവാണ് മരിച്ചത്. പരിക്കേറ്റ ഒന്നാം പാപ്പാൻ പ്രദീപ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് വിരണ്ടത്. മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയാണ് ഇത്തരത്തിൽ വിരണ്ട് ആക്രമണം നടത്തിയത്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് അറിയില്ല. കാരണം അത്രയും ദൃശ്യത്തിൽ കാണാം ആനയുടെ ഒരു വൈൽഡ് സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇത് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. തൊട്ട് സമീപത്തുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മലയാറ്റൂരിൽ നിന്നെത്തിയ RRT സംഘം അവിടെ എത്തി മയക്കുവെടി വെച്ച് ആനയെ തളച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. നിലവിലെ ആനയെ നമ്മൾ മയക്കുവെടി വെക്കുകയും ഏകദേശം ഇപ്പോൾ ശാന്തമായ അവസ്ഥയിലാണ് ഉള്ളത്. അത് പൂർണ്ണമായിട്ടും ഇനി അതിന് മെഡിക്കൽ ടീം പരിശോധിച്ച് അതിന്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ തൽക്കാലം ആന ശാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത്. വലിയൊരു ഭീകരാന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ഒരു 2 മണിക്കൂറോളമായിട്ട്. എന്നാലും നമുക്കത് പുറത്തേക്ക് വരാതെ എന്ന് വെച്ചാൽ ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെയായിരുന്നു ആന ഉണ്ടായിരുന്നത്. അതിനകത്ത് ക്ഷേത്രത്തിനകത്ത് ആളുകൾ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ ജനവാസ മേഖലയാണ്. എന്തായാലും ഈ ആന അക്രമാസക്തമായിരുന്നെങ്കിലും അത് ഈ ആളുകൾ അധികം ഇല്ലാതിരുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതൽ അപകടങ്ങളിലേക്ക് പോയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വലിയ അപകടനില അത് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിശദമായിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് വന്നാലേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഇത് പോകുന്ന വഴിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ ഇത് ക്ഷേത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാളെ ക്ഷേത്രത്തിലിവിടെ ഉത്സവത്തിന് കൊടിയേറാൻ നിൽക്കുകയാണ്. അത്രയാണ്. അവിടെ ഉണങ്ങി വന്നതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കിടങ്ങൂരിൽ നിന്ന്. ഡാനി, ആന വളരെ വലുതായി നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള കാറ് മറിച്ചിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ കാറ് തകർത്ത് തരിപ്പണമാക്കുകയാണ് ഈ മയ്യനാട് പാർത്ഥസാരഥി. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിരണ്ടോടലായിരുന്നു ആനയുടേത്. ആന ഇപ്പോൾ ആ പറഞ്ഞ ബൈറ്റ് പ്രകാരം ആ ക്ഷേത്രത്തിൽ എത്തിച്ചതല്ല, അവിടെ ഇടയ്ക്ക് വിശ്രമത്തിനായി നിർത്തിയതാണ് എന്ന് പറയുന്നു. ഈ പരിക്കേറ്റ ഒന്നാം പാപ്പാന്റെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടോ? എന്താണ് വിവരങ്ങൾ? എൽദോ, പരിക്കേറ്റ ഒന്നാം പാപ്പാന്റെ ആരോഗ്യം നട്ടലിനാണ് പരിക്കേറ്റത്. അടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റ് ഒരാളുടെ മരണം ഉണ്ടായിട്ടുണ്ട്. മറ്റ് അന്തരീക്ഷങ്ങൾ ഇതാണ്. കാരണം കഴിഞ്ഞ മണിക്കൂറുകൾ, ഏതാണ്ട് 3-4 മണിക്കൂറുകളായി വലിയ രീതിയിൽ തന്നെ ഈ പരിസരത്ത് തന്നെ വല്ലാത്ത രീതിയിൽ ഭീതിതമായ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആന മയക്കുവെടി ഏറ്റ ശേഷം ആനയെ പണിപ്പെട്ടാണ് ആനയെ തളച്ചത് പോലും. ആനയുടെ പിൻകാലിലാണ് മയക്കുവെടിയേറ്റത്. എങ്കിലും അത് ഒരു അനുസരണശീലങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. അത് വീണ്ടും ചുറ്റുപാടുകളിലേക്ക് തിരിയുകയും ആൾക്കൂട്ടങ്ങൾക്ക് നേരെ അടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഒന്ന് മാറിയിരിക്കുന്നു എന്നതാണ്. ഇത് ഒരു 9:30-10 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ നമ്മൾ ഇവിടെ ആളുകൾ പറയുന്നത് ഇവിടേക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ചുറ്റുപാടുകളിൽ വലിയ രീതിയിലേക്ക് ഭീതി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനിടയിലാണ് ആനയെ കൊണ്ടുവന്ന ആ ലോറി, ആ ലോറിയുടെ ഡ്രൈവറെ കൊല്ലപ്പെട്ടത്, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിഷ്ണു ഇവിടെ വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു, ചവിട്ടിക്കൊല്ലുകയായിരുന്നു ആന. മൃതദേഹം പോലും മാറ്റാൻ ആ സമയത്ത് ഇവിടെ നിന്ന് സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നീട് ഇവിടെ ആളുകൾ സംഘടിക്കുന്നു. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അപ്പോഴും ഇതിനെ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് ഒരു ധാരണയിലേക്ക് വന്നിരുന്നില്ല. ഏക ഒരു ആശ്വാസം എന്നത് ഒരു മതിൽക്കെട്ട്, ചുറ്റുപാടും വീടുകളും എല്ലാം
എല്ലാം തന്നെയുള്ള ഒരു ക്ഷേത്ര പരിസരം തന്നെയാണ് ഇത്. അതിന്റെ ഒരു മുൻഭാഗത്ത്, ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത്, കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻഭാഗമുള്ള ഈ ഭാഗത്ത്, ആൽമരത്തോട് ചേർന്ന ഭാഗത്ത് കുറച്ച് സ്ഥലവും സാഹചര്യവും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആനയെ പോലെ ക്ഷേത്രാവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്ന ആനകളെല്ലാം തന്നെ ഒരു ഇടത്താവളം എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ ഒരു പരിചരണവും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയാണ് ഈ ആനയെ ഇവിടേക്ക് മയ്യനാട് പാർത്ഥസാരഥി എന്ന ആനയെ ഇവിടേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഈ ആന ഇടയുകയും ചെയ്യുന്നത്. തുടർന്ന് ഇങ്ങോട്ട് അനിഷ്ട സംഭവങ്ങളായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ കാറ്, ഇവിടെ പാർക്ക് ചെയ്തിരുന്നൊരു കാറ്, അത് കുത്തിമറിച്ച് പലതവണ അതിന്റെ ഒരു അരിശം, അതിന്റെ ഒരു ദേഷ്യം അടങ്ങുന്നത് വരെയും അത് കുത്തിമറിച്ചുകൊണ്ടത് ഇവിടേക്ക് പോവുകയായിരുന്നു. പിന്നീട് സമീപത്തുണ്ടായിരുന്ന ഒരു ജനറേറ്റർ കയറ്റിയ ലോറി, ആ ലോറി അടക്കം ഇവിടെ നിന്ന് വലിച്ചെറിയുന്ന രീതിയിലേക്കായിരുന്നു കാഴ്ച. ഇതിനിടയിലാണ് ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവർ വിഷ്ണു ഇതിനിടയിൽപ്പെടുന്നത്. വിഷ്ണു തൽക്ഷണം മരിച്ചു. ഒന്നാം പാപ്പാൻ പ്രദീപിന് നട്ടലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. പ്രദീപിനോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 2-3 പാപ്പാന്മാർ ചേർന്ന മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ഇതിനെ ഒന്ന് അടക്കി നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക്, ഏതാണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കൊണ്ടുവന്നു. പക്ഷേ അത് അവരുടെ പിടിയിൽ നിന്നും കുതിർന്ന ഒരു കാഴ്ച. തുടർന്നാണ് RTT എല്ലാം തന്നെ വിവരം അറിയിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRTയും എല്ലാം തന്നെ ഇവിടേക്ക്, ആ സംഘവും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും പിന്നീട് മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. മയക്കുവെടി ഒരു ഡോസ് ആനയുടെ പിൻകാലിൽ ആണ് കൊണ്ടത്. അതിനുശേഷം സമയമെടുത്താണ് അതിന്റെ ഒരു മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങുക. മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയതിനു ശേഷം കുറച്ച് സമയമെടുത്താണ് ആനയെ അതിന്റെ ഒരു ശാന്ത സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. ശാന്ത സ്വഭാവം എന്ന് പറയുന്ന ആന ഒരു മയങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, അതിനെ ആദ്യം വടം കെട്ടാനുള്ള ഒരു ശ്രമമൊന്നും വിജയിച്ചില്ല. പിന്നീടാണ് രണ്ടാമത് വടം കെട്ടാനുള്ള ഒരു ശ്രമത്തിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.